നമ്മളിന്നൊരു പുതിയ മൊഡ്യൂളിലേക്ക് കടക്കുകയാണ്. മൊഡ്യൂൾ 3 നെറ്റ്വർക്ക് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് എന്നാണ് നമ്മുടെ പുതിയ മൊഡ്യൂളിൻ്റെ പേര്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തേക്കുന്നതാണ് ആദ്യ ഭാഗം. പേജ് നമ്പർ 55 മുതലാണ് മൊഡ്യൂൾ 3 എന്ന് പറയുന്നത്. A computer network refers to the system of linking two or more computing devices together for the purpose of sharing data. അപ്പം ഡാറ്റ ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ഒന്നോ അതിലധികമോ കമ്പ്യൂട്ടിംഗ് ഡിവൈസുകൾ ലിങ്ക് ചെയ്തേക്കുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. നെറ്റ്വർക്ക്സ് ആർ ബിൽറ്റ് വിത്ത് എ മിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ. ഇപ്പം നെറ്റ്വർക്ക്സ് എന്ന് പറയുമ്പം കുറേ കമ്പ്യൂട്ടർ ഹാർഡ്വെയറും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറും കൂടെ മിക്സാണ് നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. ദിസ് ഇൻ്റർകണക്റ്റഡ് സിസ്റ്റം വിൽ ഷെയർ സർവീസസ് ആൻഡ് ഇൻട്രാക്ട് ത്രൂ എ കമ്മ്യൂണിക്കേഷൻ ലിങ്ക്. അപ്പം ഇങ്ങനെ ഇൻ്റർകണക്റ്റ് ചെയ്യുന്ന സിസ്റ്റം വഴി നമ്മൾ സർവീസസും അതുപോലെ തന്നെ ഇൻട്രാക്ട് ചെയ്യുന്നതും ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് വഴിയാണ്. There are several types of computer networks. അപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ഉണ്ട്. A computer networks can be very simple such as connecting two computers. അപ്പം ഒത്തിരി സെവറൽ ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ക്യാൻ ബി സിമ്പിൾ സച്ച് കണക്റ്റിംഗ് ടു കമ്പ്യൂട്ടേഴ്സ് ഓർ എ കമ്പ്യൂട്ടർ ഓർ എ പ്രിൻ്റർ ഓർ ക്യാൻ ബി വെരി കോംപ്ലക്സ്. അപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നെങ്കിൽ രണ്ട് കമ്പ്യൂട്ടറുകളെ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിനെ പ്രിൻ്ററിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ചെറിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് മുതൽ വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സിനെയും ഡിവൈസസിനെയും കണക്ട് ചെയ്യുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വരെ ഉണ്ട്. അപ്പം നമുക്കതെന്താണെന്ന് വിശദമായിട്ട് നോക്കാം. ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് എന്താണെന്ന് നോക്കാം. Networks which consist of various combination of computers, storage devices and communication devices may be divided based on their geographical range. അപ്പം നമ്മുടെ ജോഗ്രഫിക്കൽ റേഞ്ച് വെച്ചിട്ട് വേരിയസ് കോമ്പിനേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് അതുപോലെ തന്നെ സ്റ്റോറേജ് ഡിവൈസസുകൾ കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകൾ ഒക്കെ ഉള്ളതാണ് ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ജോഗ്രഫിക്കൽ റേഞ്ചിനെ ആസ്പദമാക്കിയാണ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. ഇനി ഫസ്റ്റ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. ഇപ്പോൾ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ പാൻ ഈസ് ദി സ്മോളസ്റ്റ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്. ഏറ്റവും സ്മോളസ്റ്റ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്കാണ് പാൻ അല്ലെങ്കിൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ദിസ് ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കണക്ട് എ കമ്പ്യൂട്ടർ ടു എ നമ്പർ ഓഫ് ഡിവൈസസ് ലൈക്ക് പ്രിൻറ്റേഴ്സ്, സ്കാനേഴ്സ് എക്സെട്ര. അപ്പം പാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ ഡിവൈസുകൾ ആയ പ്രിൻറ്റേഴ്സ്, സ്കാനേഴ്സ് ഇതിനായിട്ട് കണക്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. അപ്പം പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ഒരു കമ്പ്യൂട്ടർ കാണും, അതുപോലെ തന്നെ നമ്പർ ഓഫ് ഡിവൈസസ് കണക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു നെറ്റ്വർക്കിനെയാണ് നമ്മൾ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇനിയുണ്ട് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഇപ്പോൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. എ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് കണക്ട്സ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഡിവൈസസ് ഇൻ എ ലിമിറ്റഡ് ജിയോഗ്രഫിക്കൽ ഏരിയ സച്ച് ആസ് വൺ ഓഫീസ്, വൺ ബിൽഡിംഗ് ഓർ എ ഗ്രൂപ്പ് ഓഫ് ബിൽഡിങ്സ് ക്ലോസ് ടുഗെദർ. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സ് എന്ന് പറയുമ്പം നമ്മുടെ ഒരു ഓഫീസിലുള്ള അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിലുള്ള ഗ്രൂപ്പ് ഓഫ് ബിൽഡിങ്ങിലുള്ള കമ്പ്യൂട്ടേഴ്സിനെ അതുപോലെ തന്നെ ഡിവൈസസിനെ കണക്ട് ചെയ്തേക്കുന്നതാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ജോഗ്രഫിക്കൽ ഏരിയ. അപ്പോൾ ഈ ലിമിറ്റഡ് ആയിട്ടുള്ള ജോഗ്രഫിക്കൽ ഏരിയ എന്ന് പറയുമ്പോൾ ഒരു ഓഫീസ് അല്ലെങ്കിൽ ബിൽഡിംഗ് ആകാം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ബിൽഡിങ്സ് ആകാം. അപ്പോൾ ഇതിനുള്ളിൽ ഇരിക്കുന്ന നെറ്റ്വർക്ക്സാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൽ ഒരു ഹോസ്റ്റ് കമ്പ്യൂട്ടർ കാണും, കുറേ ക്ലയൻസും കാണും. അപ്പം ഈ ഹോസ്റ്റ് കമ്പ്യൂട്ടറിനെ നമ്മൾ സെർവർ എന്നും ക്ലയൻറ്റ് കമ്പ്യൂട്ടറിനെ നമ്മൾ നോഡെന്നുമാണ് വിളിക്കുന്നത്. എ ഹോസ്റ്റ് കമ്പ്യൂട്ടർ ഇസ് എ മെയിൻ ഫ്രെയിം ഓർ മിഡ് സൈസ്ഡ് സെൻട്രൽ കമ്പ്യൂട്ടർ ദാറ്റ് കൺട്രോൾസ് ദി നെറ്റ്വർക്ക്. അപ്പോൾ ഈ ഹോസ്റ്റ് കമ്പ്യൂട്ടറാണ് നമ്മുടെ ഈ നെറ്റ്വർക്കിനെ കൺട്രോൾ ചെയ്യുന്നത്. ദ അതർ ഡിവൈസസ് വിതിൻ ദ നെറ്റ്വർക്ക്സ് ആർ കോൾഡ് നോഡ്സ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള അതർ ഡിവൈസിനെ നമ്മൾ നോഡ്സ് എന്നാണ് പറയുന്നത്. A node is any device that attached to a network, a storage device
ഓർ എ പ്രിൻ്റർ. അപ്പോൾ ഈ നോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ നെറ്റ്വർക്കിൽ അറ്റാച്ച് ചെയ്യുന്ന ഏത് ഡിവൈസിനെ നമ്മൾ നോഡെന്ന് പറയുന്നു. ഒരു സ്റ്റോറേജ് ഡിവൈസ് ആകാം, അല്ലെങ്കിൽ പ്രിൻ്റർ ആകാം. ഇനി ടൈപ്പ് ഓഫ് ലാൻസ്. ലാൻസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിനെയാണ് പറഞ്ഞേക്കുന്നത്. ദർ ആർ 2 പ്രിൻസിപ്പൽ ടൈപ്പ് ഓഫ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അപ്പം ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്ലയൻറ്റ് ഓർ സെർവർ ലാൻസും പിയർ ടു പിയർ ലാൻസും. അപ്പം ക്ലയൻറ്റ് ഓർ സെർവർ ലാൻസ് എന്ന് പറയുമ്പോൾ എ ക്ലയൻറ്റ് ഓർ സെർവർ ലാൻസ് കൺസിസ്റ്റ് ഓഫ് ക്ലയൻറ്റ്സ് വിച്ച് ആർ മൈക്രോ കമ്പ്യൂട്ടേഴ്സ് ദാറ്റ് റിക്വസ്റ്റഡ് ഡേറ്റ ആൻഡ് സെർവർ വിച്ച് ആർ കമ്പ്യൂട്ടേഴ്സ് ടു സപ്ലൈ റിക്വയർഡ് ഇൻഫർമേഷൻ. ഇപ്പോൾ ഒരു ക്ലയൻറ്റും കാണും, ഒരു സെർവറും കാണും. ഇപ്പം ക്ലയൻസിനകത്ത് ഡേറ്റയ്ക്ക് വേണ്ടി റിക്വസ്റ്റ് കൊടുക്കുന്നു. അപ്പം സെർവർ കമ്പ്യൂട്ടർ അതിനുള്ള റിക്വയർഡുള്ള ഇൻഫർമേഷൻ സപ്ലൈ ചെയ്യുന്നു. അങ്ങനെയാണ് ക്ലയൻറ്റ് ഓർ സെർവർ ലാൻസ് വർക്ക് ചെയ്യുന്നത്. ദ സെർവർ ഈസ് എ പവർഫുൾ മൈക്രോ കമ്പ്യൂട്ടർ ദാറ്റ് മാനേജസ് ഷെയർഡ് ഡിവൈസസ്. അപ്പോൾ സെർവർ എന്ന് പറയുമ്പോൾ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു മൈക്രോ കമ്പ്യൂട്ടറുകളായിരിക്കും. ഡിവൈസുകളൊക്കെ ഷെയർ ചെയ്യാൻ കഴിയുന്നതിന് പറ്റിയ ഒരു മൈക്രോ കമ്പ്യൂട്ടർ ആയിരിക്കും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെർവർ മേ ബി യൂസ്ഡ് ടു മാനേജ് ഡിഫറെൻറ്റ് ടാസ്ക്. അപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെർവർ യൂസ് ചെയ്താണ് ഡിഫറെൻറ്റ് ടാസ്ക് നമ്മൾ പെർഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് പിയർ ടു പിയർ ലാൻസ് എന്ന് പറയുമ്പം. മറ്റേത് ക്ലയൻറ്റ് സെർവർ, ഒരു ക്ലയൻറ്റും ഒരു സെർവറും പിന്നെ കുറേ ക്ലയൻസും കാണും. പിയർ ടു പിയർ ലാൻസ് എന്ന് പറയുമ്പം എ peer-to-peer LANs includes a microcomputers on the network that communicated directly with another without relying on a server. അപ്പോൾ സെർവർ ഇല്ലാതെ ഓരോ മൈക്രോ കമ്പ്യൂട്ടറുകളും പരസ്പരം നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ഒരു നെറ്റ്വർക്കാണ് പിയർ ടു പിയർ ലാൻസ് എന്ന് പറയുന്നത്. എവരി കമ്പ്യൂട്ടർ ക്യാൻ ബി ഷെയർഡ് ഫയൽസ് ആൻഡ് പെരിഫറൽസ് വിത്ത് ഓൾ അതർ കമ്പ്യൂട്ടേഴ്സ് ഓൺ ദ നെറ്റ്വർക്ക് ഗിവൺ ദാറ്റ് ഓൾ ആൻഡ് ഗ്രാൻഡഡ് ആക്സസ് പ്രിവിലേജസ്. അപ്പം ആക്സസ് പ്രിവിലേജസ് എല്ലാ കമ്പ്യൂട്ടറിനും കാണും. ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് അടുത്ത കമ്പ്യൂട്ടറിലേക്ക് ഫയൽസ് അതുപോലെ തന്നെ പെരിഫറൽസ് ഒക്കെ ഡയറക്റ്റ് ആയിട്ടായിരിക്കും ഷെയർ ചെയ്യുന്നത്. പിയർ ടു പിയർ നെറ്റ്വർക്ക്സ് ആർ ലെസ് എക്സ്പെൻസീവ് ദാൻ ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്ക്സ് ആൻഡ് വർക്ക്സ് ഇഫക്റ്റീവ്ലി ഇൻ സ്മോൾ നെറ്റ്വർക്ക്സ്. അപ്പം പിയർ ടു പിയർ എന്ന് പറയുമ്പം ചെറിയൊരു നെറ്റ്വർക്ക്സ് ആണ്. ഇപ്പം ലെസ് എക്സ്പെൻസീവ് ആയിരിക്കും. അതുപോലെ തന്നെ പിയർ ടു പിയർ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത് ക്ലയൻറ്റ് സെർവറിനെക്കാട്ടിലും ലെസ് എക്സ്പെൻസീവ് ആയിരിക്കും. അതുപോലെ തന്നെ സ്മോൾ നെറ്റ്വർക്ക്സ് മാത്രമേ ഈ പിയർ ടു പിയർ ലാൻസ് അലോഡ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് എന്താണെന്ന് നോക്കാം. എ ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് ഇസ് എ നെറ്റ്വർക്ക് ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റർകണക്റ്റഡ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സ് ഇൻ എ ലിമിറ്റഡ് ജോഗ്രഫിക്കൽ ഏരിയ. ഒരു ലാനുകളുടെ കുറേ ഇൻ്റർകണക്റ്റഡ് ആയിട്ടുള്ള ലാനുകളുടെ ഒരു നെറ്റ്വർക്കിനെയാണ് നമ്മൾ ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഒരു ലിമിറ്റഡ് ഏരിയയിലുള്ള ലാനുകളുടെ ഒരു നെറ്റ്വർക്കിനെയാണ് ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ ഈ ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്കിനകത്ത് ഒന്നിൽ കൂടുതൽ ലാനുകളെ ഇൻ്റർകണക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത്. ദിസ് ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കണക്റ്റഡ് കമ്പ്യൂട്ടേഴ്സ് ഇൻ എ നമ്പർ ഓഫ് ബിൽഡിങ്സ്. അപ്പോൾ നമ്പർ ഓഫ് ബിൽഡിങ്സിലുള്ള കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത്. A campus area network is ideal for university, but they are also found in industrial facilities. അപ്പം നമ്മൾ ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക്സ് ഒരു യൂണിവേഴ്സിറ്റിക്ക് അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ഏരിയയ്ക്ക് വേണ്ടിയൊക്കെയാണ് സാധാരണ ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ വാനിനെക്കാട്ടിലും വൈഡ് ഏരിയ നെറ്റ്വർക്കിനെക്കാട്ടിലും ചെറുതായിരിക്കും, പക്ഷേ ലാനിനെക്കാട്ടിലും വലിയ ആയിരിക്കും. ഇപ്പം വലുതായിരിക്കും എന്ന് പറയുമ്പോൾ ഈ ജോഗ്രഫിക്കൽ ഏരിയയെ അടിസ്ഥാനമാക്കിയാണ് നെറ്റ്വർക്ക് വലുതാണോ ചെറുതാണോ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്താണെന്ന് നോക്കാം. എ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ഈസ് എ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് കവറിങ് എ സിറ്റി ഓർ സബ്റബ്. അപ്പോൾ ഒരു സിറ്റിയെ കവർ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് ജോഗ്രഫിക്കൽ സ്കോപ്പ് ഫോൾസ് ബിറ്റ്വീൻ വാൻ ആൻഡ് ലാൻ. അപ്പം വാനിൻ്റെയും ലാനിൻ്റെയും ഇടയ്ക്ക് ഉള്ളതാണ് ഈ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. മാൻസ് പ്രൊവൈഡ് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഓഫ് ലാൻസ് ഇൻ എ മെട്രോപൊളിറ്റൻ റീജിയൻ ആൻഡ് കണക്ട് ദം എ വൈഡർ ഏരിയ നെറ്റ്വർക്ക്സ് ലൈക്ക് ദി ഇൻ്റർനെറ്റ്. അപ്പം ലാനിനെ പോലെ
ഒരു മെട്രോപൊളിയൻ റീജിയനിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഇപ്പം നമ്മൾ പറഞ്ഞു ഒരു സിറ്റി കവർ ചെയ്യുന്നതിന് വേണ്ടിയാണ് മെട്രോപൊളിയൻ ഏരിയ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ വൈഡർ ഏരിയ നെറ്റ്വർക്ക് ഇൻ്റർനെറ്റിലെ പോലെ കണക്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് വാനിൻ്റെ മേന്മ. ഇനിയുണ്ട് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. A wide area network is a communication network that covers a wide geographical area such as country or the world. ഇപ്പോൾ ഒരു കൺട്രിയെ അല്ലെങ്കിൽ വേൾഡിനെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ വൈഡ് ഏരിയ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത്. എ വാൻ മേ യൂസ് കോമ്പിനേഷൻ ഓഫ് സാറ്റലൈറ്റ്സ്, ഫൈബർ ഒപ്റ്റിക്സ്, കേബിൾസ്. അപ്പം ഒരു വാൻ എന്ന് പറയുമ്പോൾ കോമ്പിനേഷൻ ഓഫ് സാറ്റലൈറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഫൈബർ ഒപ്റ്റിക് പോലുള്ള കോമ്പിനേഷൻ ഓഫ് സാറ്റലൈറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ലാനിനെ അല്ലെങ്കിൽ മാനിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വാൻ യൂസ് ചെയ്യുന്നത്. ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് വാൻ എന്ന് പറയുന്നത് ഇൻ്റർനെറ്റാണ്. ഇനി നമുക്ക് ബെനഫിറ്റ്സ് ഓഫ് നെറ്റ്വർക്ക്സിൻ്റെ ബെനഫിറ്റ്സ് എന്താണെന്ന് നോക്കാം. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺ ഫോർ യൂസിങ് എ നെറ്റ്വർക്ക് ഈസ് ഫോർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഷെയറിംഗ് ഓഫ് റിസോഴ്സസ്. ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ റിസോഴ്സുകൾ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഫസ്റ്റ് ബെനിഫിറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഷെയറിംഗ് ഓഫ് പെരിഫറൽ ഡിവൈസസ്. യൂസിങ് പെരിഫറൽ ഡിവൈസസ് സച്ചസ് ലേസർ പ്രിൻറ്റേഴ്സ്, ഡിസ്ക് പ്രിൻറ്റേഴ്സ് ആൻഡ് സ്കാനേഴ്സ് ഫോർ ഈച്ച് കമ്പ്യൂട്ടേഴ്സ് ക്യാൻ ബി എക്സ്പെൻസീവ്. നെറ്റ്വർക്കിംഗ് ഹെൽപ്സ് ടു കണക്ട് ദ പെരിഫറൽസ് ടു എ നെറ്റ്വർക്ക് സെർവിങ് സെവറൽ കമ്പ്യൂട്ടർ യൂസേഴ്സ്, മാക്സിമൈസിങ് ദെയർ യൂസ്. അപ്പം നമ്മൾ ഒരു കമ്പ്യൂട്ടറിന് വേണ്ടി തന്നെ പ്രത്യേക ഡിസ്ക് ഡ്രൈവറും സ്കാനറും ഒക്കെ പിടിപ്പിക്കുന്നതെന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഷെയറിങ്, നമ്മൾ പെരിഫറൽ ഡിവൈസ്, ഈ നെറ്റ്വർക്കിൻ്റെ ഒരു ബെനിഫിറ്റാണ് നമുക്ക് പെരിഫറൽ ഡിവൈസസിനെ ഷെയർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഒരു സ്കാനർ അല്ലെങ്കിൽ സ്കാനറൊക്കെ ലേസർ പ്രിൻ്റർ അതൊക്കെ യൂസ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അടുത്ത ബെനഫിറ്റാണ് ഷെയറിംഗ് ഓഫ് പ്രോഗ്രാംസ് ആൻഡ് ഡാറ്റ. നെറ്റ്വർക്കിംഗ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് സോഫ്റ്റ്വെയർ വെൻ പീപ്പിൾ യൂസ് സെയിം ആപ്ലിക്കേഷൻ ഇൻ എ ഷെയർഡ് നെറ്റ്വർക്ക്. ഇപ്പം നെറ്റ്വർക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് സോഫ്റ്റ്വെയറിനെയൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത ഡാറ്റ. അപ്പം നമ്മൾ ഒരു സെയിം ആപ്ലിക്കേഷനാണ് എല്ലാ സിസ്റ്റത്തിലും യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കത് ഷെയർ ചെയ്താൽ മതി. അപ്പം നമുക്ക് സോഫ്റ്റ്വെയറിൻ്റെ കോസ്റ്റ്, സോഫ്റ്റ്വെയർ വാങ്ങിക്കുന്നതിനുള്ള കോസ്റ്റ് കുറയ്ക്കാൻ അതുപോലെ സാധിക്കും. ഓൾസോ ഇഫ് ഓൾ എംപ്ലോയീസ് ക്യാൻ ആക്സസ് ടു എ ഡാറ്റാബേസ് ഷെയർഡ് ഓൺ എ നെറ്റ്വർക്ക്, ദ ഓർഗനൈസേഷൻ ക്യാൻ സേവ് ടൈം ആൻഡ് മണി. അപ്പം എല്ലാ എംപ്ലോയീസിനും ഇപ്പം ആ സിസ്റ്റം ഒരു നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിനും ഡാറ്റാബേസ് ഷെയർ ചെയ്ത് ആക്സസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് മണിയും അതുപോലെ തന്നെ ടൈമും ലാഭിക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് ബെനിഫിറ്റാണ് ബെറ്റർ കമ്മ്യൂണിക്കേഷൻസ്. നെറ്റ്വർക്കിംഗ് ഹെൽപ്സ് ബെറ്റർ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ people and computers at work. Client-server communication channels, emails helps in better communication. Network-linked employees can work together more easily online on shared project. അപ്പോൾ ഒരു പ്രൊജക്റ്റ് ഷെയർ ചെയ്യാനൊക്കെ നെറ്റ്വർക്കിലൂടെ എളുപ്പം ചെയ്യാൻ പറ്റും. അപ്പം ഒരു ക്ലയൻറ്റ് കാണും, ഒരു സെർവർ കാണും, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലയൻറ്റ്സ് കാണും. അപ്പോൾ ഒരേ ജോബ് തന്നെ ഡിഫറെൻറ്റ് സിസ്റ്റത്തിൽ ഡിവൈഡ് ചെയ്ത് എംപ്ലോയീസിന് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അടുത്ത ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പം ബെറ്റർ കമ്മ്യൂണിക്കേഷനെ നമ്മുടെ നെറ്റ്വർക്കിംഗ് സഹായിക്കുന്നുണ്ട്. ഇനി നെറ്റ്വർക്കിൻ്റെ അടുത്ത ഒരു ബെനിഫിറ്റാണ് സെക്യൂരിറ്റി ഓഫ് ഇൻഫർമേഷൻ. അപ്പോൾ സെക്യൂരിറ്റി ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇൻഫർമേഷൻ ഒരുപോലെയാണ് ഷെയർ ചെയ്യുന്നത് ഒരു ഹൈ നെറ്റ്വർക്കിൽ. അപ്പം ഏതെങ്കിലും തരത്തിൽ ഡാറ്റ ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ പർട്ടിക്കുലർ എംപ്ലോയിയെ അവോയ്ഡ് ചെയ്താലും നമ്മുടെ ഡാറ്റ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. അതുപോലെ തന്നെ നെറ്റ്വർക്കിൻ്റെ വേറൊരു മേന്മയാണ് ആക്സസ് ടു എക്സ്റ്റേണൽ ഡാറ്റാബേസ്. അപ്പം എക്സ്റ്റേണൽ ഡാറ്റാബേസിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത മേന്മയെന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇൻട്രാനെറ്റ് അല്ലെങ്കിൽ എക്സ്ട്രാനെറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എക്സ്റ്റേണൽ ഡാറ്റാബേസുകളെ ആക്സസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നെറ്റ്വർക്കിൻ്റെ മേന്മ. നമുക്ക് ഇൻട്രാനെറ്റ് എക്സ്ട്രാനെറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇൻട്രാനെറ്റ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കാണ്. അപ്പോൾ ഒരു
എൻ്റർപ്രൈസിനുള്ളിൽ തന്നെയുള്ളൊരു പ്രൈവറ്റ് നെറ്റ്വർക്ക് ആണ്. ഇൻ്റർനെറ്റ് യൂസ് ചെയ്ത് നമുക്ക് അതിനുള്ളിലുള്ള ഒരു എൻ്റർപ്രൈസിനുള്ളിലുള്ള ഇതിനെ ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇൻട്രാനെറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി എക്സ്ട്രാ നെറ്റ് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ബിസിനസ് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് എക്സ്ട്രാ നെറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സ്ട്രാ നെറ്റ് എന്ന് പറയുന്നത് പ്രൈവറ്റ് നെറ്റ്വർക്കാണ്. ഒന്നിൽ കൂടുതലുള്ള എൻ്റർപ്രൈസുകളിൽ നിന്ന് ഡേറ്റാസിനെ ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എക്സ്ട്രാ നെറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇൻട്രാനെറ്റ് എന്താ, എക്സ്ട്രാ നെറ്റ് എന്താ എന്നുള്ളതിൻ്റെ ഒരു ചെറിയ നോട്ട് തരാം, അത് ടെക്സ്റ്റിലില്ല. അപ്പം അത് പഠിക്കുക. ഇപ്പം നമ്മൾ ഈ ക്ലാസ്സിൽ കണ്ടത് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. 3 മാർക്കിൻ്റെ അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് എന്ന് പറയുന്നത് 1 വേഡ് ക്വസ്റ്റ്യനായിട്ട്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്താണെന്ന് 1 വേഡ് ക്വസ്റ്റ്യനായിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പം അടുത്തത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.